നമസ്കാരം. USA കാനഡ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തിയതായി ബുധനാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. ഉപരോധത്തിന് രണ്ടാം ഘട്ടത്തിലേക്കോ മൂന്നാം ഘട്ടത്തിലേക്കോ താൻ കടന്നിട്ടില്ലെന്നും ഉടൻ അതുണ്ടാകുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. പോളണ്ട് പ്രസിഡന്റ് കരോൾ നവറോക്കിയുമായി ഓവൽ ഓഫീസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്കിടെയാണ് ട്രംപിന്റെ പ്രതികരണം. റഷ്യയുടെ ചൈനയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഉൽപ്പന്നം വാങ്ങലുകാരായ ഇന്ത്യക്ക് മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഏതാണ്ട് റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന തുല്യമാണെന്നും അത് റഷ്യക്കെതിരെ നടപടി തന്നെയാണെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ റഷ്യൻ എണ്ണ ഇനിയും വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ പ്രശ്നമുണ്ടാകുമെന്നും അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഗർഭഛിദ്രം മഹാകുറ്റമാക്കാൻ ടെക്സസ്. ഗർഭഛിദ്ര രീതിക്കെതിരെ നടപടിയെടുക്കാൻ ആദ്യം ശ്രമിക്കുന്ന സംസ്ഥാനമായി ടെക്സസ് മാറാനൊരുങ്ങുന്നു. ഇതിനായുള്ള നിയമ ഭേദഗതി ഉടൻ പുറത്തിറക്കും. സംസ്ഥാനത്തിന് പുറത്തുള്ള ഗർഭഛിദ്ര ഗുളിക ദാതാക്കൾക്കെതിരെ കേസ് നൽകാൻ ടെക്സസ് നിവാസികൾക്ക് അനുമതി നൽകുന്ന ബിൽ ബുധനാഴ്ച ഗവർണർ ഗ്രെഗ് ആൽബർട്ടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ നിർമ്മിക്കുകയോ അത് ടെക്സസിലേക്ക് കൊണ്ടുപോകുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ $1,00,000 വരെ തുകയ്ക്ക് ടെക്സസ് നിവാസികൾക്ക് കേസ് നൽകാം. സ്വന്തം ഉപയോഗത്തിനായി ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല. ബില്ല് പ്രകാരം ഗർഭഛിദ്ര ഗുളിക ദാതാക്കൾക്ക് $1,00,000 പിഴീടാക്കാൻ കോടതികൾക്ക് ഉത്തരവിടാം. എന്നാൽ ഗർഭിണിയായ സ്ത്രീ, അതിന് കാരണക്കാരനായ പുരുഷൻ അല്ലെങ്കിൽ മറ്റടുത്ത ബന്ധുക്കൾ എന്നിവർക്ക് ഈ മുഴുവൻ തുകയും ലഭിക്കും. കേസ് നൽകിക്കുന്ന മറ്റൊരാൾക്ക് $10,000 ലഭിക്കുകയും ബാക്കി തുക ചാരിറ്റിക്ക് പോവുകയും ചെയ്യുമെന്നും ഉത്തരവിലുണ്ട്. സ്ത്രീകളെയും ഗർഭസ്ഥ ശിശുക്കളെയും സംരക്ഷിക്കാനുള്ള ടെക്സസിന്റെ ചരിത്രപ്രധാനമായ നീക്കമാണിതെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശ കുടിയേറ്റക്കാർക്കെതിരെ കാനഡയിലെ കൺസർവേറ്റീവുകൾ. ഫെഡറൽ ഗവൺമെന്റ് താൽക്കാലിക വിദേശ തൊഴിലാളി പദ്ധതി നിർത്തലാക്കണമെന്ന് കാനഡയിലെ തൊഴിലാളി കൺസർവേറ്റീവ് നേതാവ് പിയറി പോയിലിഫ്രെ ആവശ്യപ്പെട്ടു. താൽക്കാലിക വിദേശ തൊഴിലാളി പദ്ധതി വേതനം കുറഞ്ഞ തൊഴിലാളികളെ വിപണിയിൽ നിർത്തുകയും യുവ കനഡിയൻ തൊഴിലാളികൾക്ക് ജോലി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്തുകൊണ്ടാണ് ലിബറലുകൾ രാജ്യത്തെ സ്വന്തം യുവാക്കളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വേതനമുള്ള താൽക്കാലിക വിദേശ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. താൽക്കാലിക വിദേശ തൊഴിലാളി പദ്ധതി തൽക്കാലം നിർത്തിയാക്കില്ലെന്നും വിദേശ കാർഷിക തൊഴിലാളികൾക്കായി പ്രത്യേകമായ പദ്ധതി കൊണ്ടുവരുമെന്നും കൺസർവേറ്റീവുകൾ പറയുന്നുണ്ട്. ചിലതൊക്കെ സംഭവിക്കുമെന്ന് പുടിനോട് ട്രംപ്. ഉക്രൈനിലെ പുടിന്റെ തീരുമാനത്തിൽ അമേരിക്ക അതൃപ്തരാണെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വീണ്ടും ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് പുടിൻ നൽകാൻ തന്റെ കയ്യിൽ ഇനിയൊരു സന്ദേശവുമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കും. അദ്ദേഹത്തിന്റെ തീരുമാനം എന്തു തന്നെയായാലും നല്ലതായാൽ അമേരിക്ക അതിൽ സന്തോഷിക്കും, അല്ലെങ്കിൽ അസന്തുഷ്ടരായിരിക്കും. അമേരിക്ക അസന്തുഷ്ടരാണെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാമെന്നായിരുന്നു ഓവൽ ഓഫീസിൽ ട്രംപിന്റെ മറുപടി. ന്യൂ ഓർലിയൻസ് നഗരത്തിലേക്ക് ട്രംപിന്റെ നാഷണൽ ഗാർഡ്സ് വരുന്നു. അനധികൃത കുടിയേറ്റക്കാരെയും കുറ്റവാളികളെയും ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ട് ന്യൂ ഓർലിയൻസ് നഗരത്തിലേക്ക് നാഷണൽ ഗാർഡ് സൈന്യത്തെ അയക്കാൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശം. 2 ആഴ്ച കൊണ്ട് ന്യൂ ഓർലിയൻസിനെ നേരെയാക്കുമെന്നാണ് ട്രംപിന്റെ വാദം. സംസ്ഥാന ഗവർണർ ജെഫ് ലാൻഡ്രിയുടെ പിന്തുണയും ട്രംപിന് ഇക്കാര്യത്തിലുണ്ട്. എന്നാൽ രാഷ്ട്രീയ അതിക്രമമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ നീക്കം പ്രാദേശിക കുറ്റവാളികളിലും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിലും ഫെഡറൽ ഇടപെടൽ ഉറപ്പുവരുത്തും. നാഷണൽ ഗാർഡിനെ ന്യൂ ഓർലിയൻസിലേക്ക് അയക്കുകയെന്ന ആശയം ട്രംപ് ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. ഈ ആഴ്ച ആദ്യം സൈന്യത്തെ ചിക്കാഗോയിലേക്ക് വിന്യസിക്കാൻ ട്രംപ് തീരുമാനിച്ചിരുന്നു. അതിന് മുന്നോടിയായാണ് ഈ നീക്കം. ഫ്ലോറിഡയിൽ സ്കൂളിൽ ചേരാൻ കുട്ടികൾക്ക് വാക്സിനേഷൻ വേണ്ട. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരുന്നതിന് പോളിയോ പോലുള്ള രോഗങ്ങൾക്കെതിരെ വാക്സിൻ എടുക്കണമെന്നടക്കം വ്യവസ്ഥകൾ റദ്ദാക്കാൻ ഫ്ലോറിഡ തയ്യാറെടുക്കുന്ന റിപ്പോർട്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകാറുള്ള നിർബന്ധിത വാക്സിനുകൾ റദ്ദാക്കുന്ന ആദ്യത്തെ US സംസ്ഥാനമായി അങ്ങനെ ഫ്ലോറിഡ മാറും. വാക്സിനുകൾ നിർബന്ധമാക്കുന്ന മുൻ തീരുമാനങ്ങളെ അടിമത്തത്തോടാണ് സംസ്ഥാനത്തെ ഉന്നത ആരോഗ്യ ഉദ്യോഗസ്ഥനായ സർജൻ ജനറൽ ജോസഫ് ലഡാപ്പോ ഉപമിച്ചത്. അത് കുട്ടികളുടെ അവകാശമാണെന്നാണ് ലഡാപ്പോ ചൂണ്ടിക്കാട്ടിയത്. റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള സംസ്ഥാന നിയമസഭയുടെ വോട്ടെടുപ്പോടെ മാത്രമേ വ്യവസ്ഥകൾ പലതും റദ്ദാക്കാനാകൂ. മറ്റുള്ളവ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് റദ്ദാക്കാനാകും. കുട്ടികളുടെ അനുമതിയില്ലാതെ അവരിൽ വാക്സിനേഷൻ നടത്തരുത് എന്നാണ് ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ കർശനമായ നിലപാട്. ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഗ്രാന്റുകൾ മരവിപ്പിച്ചത് തിരികെ നൽകാൻ ബോസ്റ്റണിലെ ഡിസ്ട്രിക്ട് ജഡ്ജി. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ഹാർവാർഡ് സർവകലാശാലയ്ക്ക് നൽകിയ ഏകദേശം $220 കോടി വരുന്ന ഫെഡറൽ ഗ്രാന്റുകൾ മരവിപ്പിച്ചത് റദ്ദാക്കി അവ തിരികെ നൽകാൻ ഉത്തരവിട്ട് കോടതി. ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജി ആലിസൺ ഡി ബറോസ് ആണ് ഈ തുക വിട്ടു നൽകാനുള്ള ഉത്തരവിട്ടത്. ഗവേഷണ ഗ്രാന്റുകൾ നിർത്തലാക്കിയതായും ജൂതവിരുദ്ധതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ജഡ്ജി വ്യക്തമാക്കി. വിധിക്ക് പിന്നാലെ ഈ തെറ്റായ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്നും ട്രംപ് ഭരണകൂടം അറിയിച്ചു.
ഗ്രാന്റ് മരവിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം പറഞ്ഞ ജൂതവിരുദ്ധത ഒരു മറ മാത്രമാണെന്നും ഹാർവാർഡ് സർവകലാശാലയുടെ ഗവേഷണ പദ്ധതികളെ ഇത് സാരമായി ബാധിക്കുന്നതാണെന്നും ഫണ്ട് മരവിപ്പിക്കൽ അതുകൊണ്ട് തന്നെ റദ്ദാക്കുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്കാർ ട്രംപിന്റെ താരിഫ് നടപടിയെ പരസ്യമായി എതിർക്കണമെന്ന് റോഖന്ന. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ച ഇന്ത്യൻ അമേരിക്കക്കാർ ഇന്ത്യക്കെതിരായ താരിഫ് നടപടിയെ പരസ്യമായി ശക്തമായി എതിർക്കണമെന്ന് കോൺഗ്രസ് അംഗം റോഖന്ന ആവശ്യപ്പെട്ടു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് ഖന്നയുടെ ഈ പ്രതികരണം. ട്രംപിനെ പിന്തുണച്ച ഇന്ത്യൻ അമേരിക്കക്കാരെ താൻ കാത്തിരിക്കുകയാണ്. ചൈനയേക്കാൾ കടുത്ത താരിഫ് ചുമത്തിക്കൊണ്ട് ഇന്ത്യയുമായുള്ള പങ്കാളിത്തം നശിപ്പിക്കുന്നതിനെതിരെ ശബ്ദം ഉയർത്തണമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. പ്രസിഡന്റ് ട്രംപിന്റെ നടപടി ഇന്ത്യയുടെ കയറ്റുമതിയുടെ 70% സാധ്യതകൾ ഇല്ലാതാക്കുമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാറിനുള്ളിൽ കുഞ്ഞ് ചൂടേറ്റ് മരിച്ചു, അമ്മ അറസ്റ്റിൽ. ചൂടുള്ള കാറിനുള്ളിൽ കുട്ടിയെ ഉപേക്ഷിച്ചതിനെ തുടർന്ന് കുട്ടി മരിച്ച സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡാളസിൽ നിന്നുള്ള 27-കാരിയായ വനേസ എക്കിവിൽ എന്ന യുവതിയെയാണ് പോലീസ് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. വനേസയെ കൊളിൻ കൗണ്ടി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഫ്രിസ്കോയിലെ സ്പാ സെന്ററിൽ ജോലി ചെയ്യുമ്പോൾ 15 മാസം മാത്രം പ്രായമുള്ള മകനെ കാറിൽ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിന്റെ നിലപാട്. കടുത്ത ചൂടേറ്റതാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. ഓഗസ്റ്റ് 16 സംഭവം. കുഞ്ഞിന് ബോധം നഷ്ടപ്പെട്ട നിലയിൽ അമ്മ തന്നെയാണ് പ്ലാനോയിലെ മെഡിക്കൽ സിറ്റി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തുമ്പോൾ കുഞ്ഞിന്റെ ശരീര താപനില 106°C മുകളിലായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ കുട്ടി മരിച്ചതായാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഗുഡ് മോർണിംഗ് USA കണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.